CBSE പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചയിൽ നടപടി. ബോർഡ് ചെയർമാനെയും സെക്രട്ടറിയെയും സ്ഥലം മാറ്റി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. CBSE മൂല്യനിർണ്ണയ രീതികളെക്കുറിച്ചും പരീക്ഷാഫലത്തിന് ശേഷമുള്ള തുടർ നടപടികളെക്കുറിച്ചും രാജ്യം മുഴുവൻ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര നടപടി. ബോർഡ് ചെയർമാനെയും സെക്രട്ടറിയെയും അടിയന്തരമായി സ്ഥലം മാറ്റി കേന്ദ്ര സർക്കാർ നടപടിയെടുത്തു. ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത എന്നിവർക്കാണ് സ്ഥലം മാറ്റം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു നടപടി. പുനർമൂല്യനിർണ്ണയ പോർട്ടലിലെ തകരാർ പ്രത്യേക സമിതി അന്വേഷിക്കാനും തീരുമാനമായി. CBSE ചെയർമാൻ രാഹുൽ സിംഗ് IAS പരീക്ഷകൾ, അക്കാദമിക് അഫിലിയേഷനുകൾ എന്നിവയുൾപ്പെടെ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച വ്യക്തിയാണ്. ഭരണം, ധനകാര്യം തുടങ്ങിയ പ്രധാന ഭരണപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത. CBSE പുനർമൂല്യനിർണ്ണയ പോർട്ടലിന് നേരെയുണ്ടായ സൈബർ ആക്രമണം കേന്ദ്ര സർക്കാരിന്റെ സൈബർ സുരക്ഷാ വിദഗ്ധർ നിരീക്ഷിച്ചു വരികയാണ്. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുന്നു. സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് പ്രവർത്തനരഹിതമായിരുന്ന പോർട്ടൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് സൈബർ ആക്രമണ ശ്രമം. സേവനങ്ങൾ തടസ്സപ്പെടുത്താനായിരുന്നു ആക്രമണ ശ്രമത്തിലൂടെയുള്ള നീക്കം. ഇതുവരെ 16,000-ലധികം വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചു. ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിച്ച ഓൺ സ്ക്രീൻ മാർക്കിംഗ് സേവനങ്ങളുടെ കരാർ നടപടികളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനും ഉത്തരവിട്ടു. CBSEയുടെ 10-12 ക്ലാസുകളിലെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു വിവാദങ്ങൾ. മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത കോപ്പികൾ പരിശോധിക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. ഡിജിറ്റൽ പകർപ്പുകളിൽ പല പേജുകളും വ്യക്തതയില്ലാത്തവയും ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിലുമായിരുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.